മക്കളെ, ഞാൻ ഇന്ന് ഒരു പപ്പായ അത് തോരൻ വയ്ക്കാൻ പോവുകയാണേ. ഈ പപ്പായയ്ക്ക് പല സ്ഥലങ്ങളിലും പല പേരുകളും പറയും കേട്ടോ. കപ്ലങ്ങ എന്ന് പറയും ചിലയിടത്ത് ഓമയ്ക്ക എന്ന് പറയും. അപ്പം അതിനുള്ള സാധനങ്ങളാണിത്. ഞാൻ ഇത് കപ്ലങ്ങ അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഇത് തേങ്ങ, ഒരു ചെറിയ മുറി തേങ്ങ ചിരണ്ടി വെച്ചിരിക്കുന്നത്, 3 പച്ചമുളക്, അതിലേക്ക് ഒരു സബോള, അതും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. പിന്നെ മഞ്ഞൾപ്പൊടി, കടുക്, വെളിച്ചെണ്ണ, ഉപ്പ് പൊടി, ഇത്രയും സാധനങ്ങളും മതി ഇതിലേക്ക്. ചിലരിതിനകത്ത് ജീരകമൊക്കെ ചേർക്കും, പക്ഷേ ഞാൻ എടുത്തിട്ടില്ല. എനിക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തത് കൊണ്ട് എടുത്തിട്ടില്ല കേട്ടോ. അപ്പം ഈ തേങ്ങ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് ഞാനതൊന്ന് പതുക്കെ മിക്സിയുടെ ജാറിനകത്തിട്ട് ഒന്ന് ഒതുക്കി എടുത്തുകൊണ്ട് വരാം, ചതച്ചെടുത്തുകൊണ്ട് വരാം. ഇത്രയും സാധനങ്ങൾ, പച്ചമുളകും മഞ്ഞൾപ്പൊടിയും തേങ്ങയും കൂടി ഒന്ന് ഒതുക്കി എടുത്തുകൊണ്ട് വരട്ടെ. ഞാൻ തേങ്ങ ഒതുക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് ഒത്തിരി അരഞ്ഞു പോവല്ലേ, ഇത് പതുക്കെ ഒരു 2 കറക്ക് മതി. ഒരു 2 പ്രാവശ്യം മിക്സി ഒന്ന് തിരിക്കുമ്പോഴത്തേക്കിന് ഈ പച്ചമുളകും മഞ്ഞൾപ്പൊടിയും തേങ്ങയും കൂടി പാകത്തിനുള്ള ഒരു ചതവ് വരും അതിന്. ഓക്കെ, ഇനി ഞാൻ ഫ്രൈ പാനിനകത്ത് തീ കത്തിച്ചു കേട്ടോ. ഇനി ഞാനതിനകത്തേക്ക് ഒരു 2 സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുത്തു. അത്രയും മതി, 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി, അതിനകത്തേക്ക് ഞാൻ ഒരു 1/4 സ്പൂണ് കടുകിട്ട് കൊടുത്തു. കടുക് പൊട്ടട്ടെ. കടുക് പൊട്ടിക്കഴിഞ്ഞ് ഞാൻ അതിനകത്തേക്ക് അരിഞ്ഞു വെച്ച സവാള ഒന്ന് വഴറ്റുവാണ്. സവാള ഒന്ന് പതുക്കെ വഴന്ന് വരണം. തീ കുറച്ച് വെച്ചു കേട്ടോ. ഈ ഓമയ്ക്ക തോരൻ എന്നൊക്കെ പറഞ്ഞത് വളരെ നിസ്സാരമാണ് ചിലർക്കൊക്കെ, പക്ഷേ അത് നല്ല ഗുണമുള്ള സാധനമാണ്. പ്രത്യേകിച്ച് എനിക്കിപ്പം നോയമ്പും കൂടെ ആയതുകൊണ്ട് ഇറച്ചി മീനും ഒന്നും ഉണ്ടാക്കാൻ വയ്യ. അപ്പം ഞാനിന്ന് നോക്കുമ്പം ഒരു പപ്പായ തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ച് ഉണ്ടാക്കുവാണ്. അതിലേക്ക് ഇത് പതുക്കെ വഴന്നിട്ടുണ്ട്. ഇത്രയും വഴന്നാൽ മതി, ഒരുപാടങ്ങ് വഴന്നങ്ങ് ഇതാവണ്ട, ഇത്രയും മതി. ഞാൻ ഇതിനകത്തേക്ക് നമ്മളിത് ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ ചതച്ചത് അതും കൂടിയിട്ട് ഞാനൊന്ന് മൂപ്പിക്കും കേട്ടോ. ഇത് എൻ്റെ ഒരു സ്റ്റൈലാണ്. ഇതെല്ലാവരും ചെയ്യുമെന്ന് എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെ ചെയ്യും. വലിയ അമ്മമാർക്കൊക്കെ ഒരു പക്ഷേ ഞാനിങ്ങനെ ഓമയ്ക്ക തോരൻ എന്നൊക്കെ കേൾക്കുമ്പം അവരെന്നെ കളിയൊക്കെയായിരിക്കും. പക്ഷേ ചെറിയ കുട്ടികൾ, പഠിച്ചു വരുന്ന കുട്ടികൾക്കൊക്കെ ഇതറിയില്ലല്ലോ. അപ്പം അവരൊന്ന് കണ്ടോട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇടുന്നത് കേട്ടോ. തേങ്ങ ഒന്ന് പതുക്കെ ഒന്ന് മൂത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും ഇത്രയും ഞാൻ മൂപ്പിക്കുന്നുള്ളൂ. ഞാൻ തീ സിമ്മിലാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ കപ്ലങ്ങ അരിഞ്ഞത് ഇത് ചോപ്പറിനകത്തൊക്കെ ഇട്ട് അരിഞ്ഞെടുക്കാം. ഞാനിത് ഇതിനകത്ത് വെച്ചിട്ടാണ് ഇത് അരിഞ്ഞത് കേട്ടോ. ചോപ്പറുണ്ടെങ്കിൽ ചോപ്പറിനകത്തോട്ടൊന്ന് അടിച്ചാൽ മതി, നല്ല പീസായിട്ട് കിട്ടും. ഇത് ഒരു കപ്ലങ്ങ ഉണ്ട്, ഒരു ചെറിയ കപ്ലങ്ങ. നല്ലതുപോലെ ഇളക്കി. ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കില്ല കേട്ടോ. ഇതിന് വെള്ളത്തിൻ്റെ ആവശ്യമേ ഇല്ല. ഇതിന് വെക്കാനുള്ള വെള്ളം ഇതിനകത്ത് തന്നെ ഉണ്ട്. തീ കുറച്ചു, തീ ഏറ്റവും സിമ്മിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ.
ഞാൻ ഇങ്ങനെ ഇത്രയും കട്ടി കുറഞ്ഞതായതുകൊണ്ട് ഒരുപാട് വേവും ഇല്ല ഇതിന്. ഞാനിതൊരു ഉപ്പുപൊടി ഇടാൻ മറന്നു കേട്ടോ, ഉപ്പുപൊടി ഇട്ടില്ല. ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. അതിന് പ്രത്യേകിച്ച് നമുക്ക് അളവൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് ഇച്ചിരി ഉപ്പ് കൂടുതൽ വേണ്ട ആളാണ്. മക്കളെ, എനിക്ക് ഭയങ്കര മറവിയും കൂടെ ഉള്ള ആളാണ്. ഞാൻ കറിവേപ്പില ഇടാൻ മറന്നു പോയേ. എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിക്കഴിയുമ്പം കറിവേപ്പില ഇടേണ്ടതായിരുന്നു. അങ്ങനെ ഇപ്പം ഇടാൻ പോവാം കുറച്ച് കറിവേപ്പില. എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടുമ്പം ആ കൂട്ടത്തിൽ ഇതും കൂടി ഇടേണ്ടതായിരുന്നു. എനിക്ക് മറന്നു പോയി ഞാൻ. ഓക്കെ, ഞാനിതൊരു 2 മിനിറ്റ് ഒന്ന് ഇങ്ങനെ അമർത്തി വെച്ചിട്ട് ഒന്ന് അടച്ച് വയ്ക്കുക. തീ ഒരു ശകലം ഇച്ചിരി ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ, വാടിപ്പോവാതിരിക്കണ്ടേ. ഓക്കെ, ഒന്ന് 2 മിനിറ്റ് വേകട്ടെ കേട്ടോ. നമുക്കിത് നോക്കാം. ഇതിപ്പം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് നോക്കാം. ഇതിൻ്റെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാനൊന്ന് നോക്കട്ടെ. മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ തോരൻ റെഡി. തീ ഓഫ് ചെയ്യുകയാണേ. തീ ഓഫ് ചെയ്തു നമുക്കൊരു ബൗളിനകത്തോട്ട് മാറ്റാം. അപ്പം നമ്മുടെ ഓമയ്ക്ക തോരൻ റെഡി ആണ്. അപ്പം എല്ലാവരും മക്കളൊക്കെ പഠിച്ചു വരുന്ന മക്കൾ പ്രത്യേകിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, എന്നിട്ട് അഭിപ്രായം പറയണം കേട്ടോ. ഓക്കേ, ബൈ.